ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, കേരള സിലബസ് ആണ്. ഓക്കെ, പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം ചോദ്യങ്ങളും അതിനുശേഷം മാത്രം ആൻസർ കീയുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് ഉത്തരങ്ങൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ശേഷം മാത്രം എന്തിലേക്ക് കടക്കുക, ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് ആണ്. താങ്ക് യു മാം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു പാസേജ്. ആ പാസേജ് നിങ്ങൾ വായിക്കണം. ഞാനത് വായിക്കുന്നില്ല ഫുള്ളായിട്ട്. പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുക. ശേഷം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 5 മാർക്കാണ്. നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. പാസേജ് നിങ്ങൾ വായിക്കുക കേട്ടോ. പൗസ് ചെയ്ത് വായിച്ചു നോക്കുക. Question number 1. What was the significance of Mrs. Jones giving Roger $10? ഓക്കെ, മിസ്സസ് ജോൺസ് റോജറിന് $10 കൊടുത്തു അല്ലെ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദ്യം. 2. Why was Roger unable to say more than thank you ma'am when he left? റോജർ ജസ്റ്റ് അവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ, അവിടുന്ന് പോകുന്ന സമയത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? താങ്ക് യു മാം. എന്തുകൊണ്ട്? What message do you think the author wants to convey through Mrs. Jones' behavior at the end of the story? ഓക്കെ, അപ്പോൾ ഈ മിസ്സസ് ജോൺസിന്റെ ബിഹേവിയറിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് ഓഥർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഈ കഥയിൽ നിന്ന്? ഓക്കെ, നെക്സ്റ്റ് 4. വാട്ട് മൈറ്റ് ഹാവ് ദ ബോയ് ലേൺ ഫ്രം ഹിസ് എൻകൗണ്ടർ വിത്ത് മിസ്സസ് ജോൺസ്? മിസ്സസ് ജോൺസുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ ആ കുട്ടി എന്താണ് മനസ്സിലാക്കിയത്, എന്ത് ലേൺ ചെയ്തു? 5. ഐഡന്റിഫൈ ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഓഫ് ഓർ ലൈക്ക് ഡെവിൾ ഇൻ നേച്ചർ. അപ്പോൾ ഡെവിൾ, ലൈക്ക് ഡെവിൾ ഇൻ നേച്ചർ എന്ന് വരുന്ന മീനിങ് വരുന്ന വേർഡ് പാസേജിൽ നിന്ന് കണ്ടെത്തുക. ഇത്രയുമാണ് 5 ക്വസ്റ്റ്യൻ. അത്രയും എഴുതിയാൽ 5 മാർക്ക്. അടുത്തത് വരുന്നത് ഗെറ്റ് ടുഗെദർ എന്ന പോയട്രിയിൽ നിന്നുള്ള ലൈൻസ് ആണ്. ഈ പോയട്രി നിങ്ങൾ വായിക്കുക. ശേഷമുള്ള 4 ചോദ്യങ്ങൾ ഉത്തരം എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലിറിസിസ്റ്റ് സീക്ക് ഫോർ? ലിറിസിസ്റ്റ് എന്തിനാണ് സീക്ക് ചെയ്യുന്നത്? 2. വാട്ട് ഡസ് ദ ലൈൻ ജസ്റ്റ് വൺ ഹി അൺലോക്ക് ദം ബോത്ത് സജസ്റ്റ് അബൌട്ട് ലവ് ആൻഡ് ഫിയർ? ഈ ഒരു വരി ജസ്റ്റ് വൺ ഹി അൺലോക്ക് ദം ബോത്ത് എന്നുള്ള വരിയിൽ ലവ് ആൻഡ് ഫിയറിനെ കുറിച്ച് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറിസിസ്റ്റ് റിപ്പീറ്റ് ദ ഫ്രേസ് റൈറ്റ് നൗ അറ്റ് ദ എൻഡ് ഓഫ് ദ സോങ്? സോങ്ങിന്റെ അവസാനം റൈറ്റ് നൗ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, കണ്ടല്ലോ. ഇത് എന്തുകൊണ്ട്? അടുത്ത ചോദ്യം, വാട്ട് ഇസ് എ റിഫ്രൈൻ? റൈറ്റ് വൺ എക്സാമ്പിൾ ഫ്രം ദ എബോവ് ലൈൻ. റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു എക്സാമ്പിൾ ഈ വരികളിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് യു വർ എ ന്യൂസ് റിപ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഫ്രെയിം സം ഹെഡ്ലൈൻസ് ഫോർ ദ ന്യൂസ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആണ് എങ്കിൽ അന്ന് വന്നിരിക്കാൻ സാധ്യതയുള്ള ന്യൂസ് പേപ്പറിന്റെ തലക്കെട്ടുകൾ, ഹെഡ്ലൈൻസ് എഴുതുക. 4. പ്രിപ്പയർ an interview conversation with a scientist in your locality based on your reading from the chapter Talking of Science. Talking of Science എന്നുള്ള ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കി ഒരു കോൺവെർസേഷൻ സയന്റിസ്റ്റുമായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ. 6. മിസ്സസ് ജോൺസ് വാസ് എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് ഷീ കുഡ് ഗൈഡ് എ യങ് ലാഡ് ലൈക്ക് റോജർ ഓൺ ദ റൈറ്റ് പാത്ത്. ഷീ ഷെയർസ് ഹർ എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് ഹർ ഫ്രണ്ട്സ് ത്രൂ ആൻ ഇമെയിൽ. റൈറ്റ് ദ ലൈക്ലി ഇമെയിൽ. അപ്പൊ മിസ്സസ് ജോൺസ് വളരെ ഹാപ്പിയായി റോജറിനെ പോലെ തെറ്റായ ദിശയിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിയെ നേർവഴിക്ക് നയിച്ചു എന്നുള്ളത് അവരെ ഭയങ്കര ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവർ ആ കാര്യം ഒരു ഇമെയിലിലൂടെ അവരുടെ ഒരു ഫ്രണ്ടിനെ അറിയിക്കുകയാണ്. ഒരു ഇമെയിൽ തയ്യാറാക്കുക. അടുത്ത ചോദ്യം 7th ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. അതിനുള്ള ഹിന്റുകളാണ് തന്നിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ്, ലെഗസി, അവാർഡ്സ്, ഡെത്ത്, ഇത്രയും തന്നിട്ടുണ്ട്. ഇത്രയും വായിച്ചു നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ഇതെല്ലാം യോജിപ്പിച്ച് എഴുതിയാൽ തന്നെ ഒരു പ്രൊഫൈൽ ആകും കേട്ടോ. 8th question, as the secretary of the science club of your school, you plan to conduct a science exhibition. Prepare a notice giving details of the program. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബിന്റെ സെക്രട്ടറി ആണ് എങ്കിൽ നിങ്ങൾ ഒരു സയൻസ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഒരു നോട്ടീസ് തയ്യാറാക്കുക. 9ാമത്തെ ചോദ്യം, റോജർ വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ ലേഡീസ് കമ്പാഷൻ ആൻഡ് ഹ്യൂമാനിറ്റി. He writes a letter to her, Mrs. Jones, expressing his gratitude. Write the letter. ഇവിടെ മിസ്സസ് ജോൺസിന്
റോജർ എഴുതുന്ന ലെറ്റർ ആണ് വേണ്ടത് കേട്ടോ. അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് അവൻ എഴുതുന്ന ഒരു ലെറ്റർ. 10th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. നമുക്ക് കോൺവെർസേഷൻ ഞാൻ വായിക്കാം. ഫില്ല് ചെയ്യേണ്ട ഭാഗം എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാവും. കളക്ടർ, യു ആർ ദ പേഴ്സൺ ഹു റിസീവ്ഡ് ദ പ്രൈസ് റൈറ്റ്? നറേറ്റർ, യെസ് സർ ബട്ട് then ഒരു ഡാഷ് ആണ്. ഫ്രണ്ട്, വൈ ഡോണ്ട് യു ബ്രിങ് സം മെൻ ടു ഇറ്റ്? Narrator, I tried, the engine is dash. Mechanic, then you will need more help for the ride to shift it. 11. Correct the errors from the following sentences. തന്നിരിക്കുന്നതിലെ എറർ കറക്റ്റ് ചെയ്യുക. A. Now they plant trees in the park to make their neighborhood greener. അപ്പൊ ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിലുള്ളതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ, ഈ പ്ലാന്റ് എന്നുള്ള ഭാഗം. അടുത്ത ബി, രാജു ഹെൽപ്പ് ഹിസ് പാരന്റ്സ് വിത്ത് ഹൗസ് ഹോൾഡ് വർക്ക്. ഈ ഹെൽപ്പ് എന്നുള്ളതിൽ കുറച്ച് മാറ്റങ്ങൾ എന്തോ വരുത്തണം, അപ്പോൾ ഇത് കറക്റ്റ് ആവുള്ളൂ. 12. ഐഡന്റിഫൈ ദ ഫോളോവിങ് സെന്റൻസസ് വിത്ത് ദിയർ ഫങ്ഷൻസ് ഫ്രം ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്ന് ഇവരുടെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. എ, റോജർ വാസ് എ പുവർ ബോയ്. അത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്നാണ് എഴുതേണ്ടത്. അസേർട്ടീവ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ, ഇംപറേറ്റീവ് ആണോ? നെക്സ്റ്റ് ബി, കം വിത്ത് മീ ടു മൈ ഹൗസ്. ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണെന്ന് മാത്രം എടുത്തെഴുതിയാൽ മതിയാവും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. 13ഉം 14ഉം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ 13, പുട്ട് സൂട്ടബിൾ ഡിറ്റർമിനേഴ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ആണ്. നമുക്ക് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഈ പാരഗ്രാഫിൽ ഫില്ല് ചെയ്യണം നമ്മൾ. One day the narrator won dash unusual prize in a lottery. Dash huge road engine. He had never handled dash machine like that before. When he tried to move it, he realized he needed dash strong men to push it. But none of them are willing to help because the engine was too heavy. 14, report the following dialogue ആണ്. റോജർ, I will remember this day forever. Mrs. Jones, I won't forget it either. ഇതൊന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് എഴുതണം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ദെൻ ഇനി നമുക്ക് ഇതിന്റെ ആൻസർ കീഴിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് വായിക്കുന്നത്. പാരഗ്രാഫ് തന്നിട്ടുള്ളത് കേട്ടോ, റോജറിന്റെയും മിസ്സസ് ജോൺസിന്റെയും ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. Mrs. Jones giving Roger $10 was a gesture of trust and kindness, aiming to help him get what he wanted honestly rather than resorting to theft. It was meant to teach him a lesson about right and wrong and show him that she believed he could be a good person. രണ്ടാമത്തതിന്റെ ആൻസർ, റോജർ വാസ് ലൈക്ലി ഓവർവെൽംഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ഷെയിം, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സർപ്രൈസ് അറ്റ് മിസസ് ജോൺസ് അൺഎക്സ്പെക്ടഡ് generosity and lack of judgment. The emotional impact of her kindness left him speechless, as he didn't know how to fully express the depth of his feelings. Third, the author conveys the message that empathy, forgiveness and trust can have more profound impact on changing someone's behavior than punishment. Mrs. John's actions demonstrate the power of treating others with dignity and respect, even when they have done wrong, which can inspire positive change. 4. The boy likely learned a valuable lesson about the importance of honesty and the impact of genuine kindness. He experienced firsthand that there are people who care about others' well-being and are willing to help, which likely changed his perspective on life and his own actions. 5. The word is devilish. ഇനി നമുക്ക് ഗെറ്റ് ടുഗെദർ എന്ന ചാപ്റ്റർ ആ പോയട്രീനെ അടിസ്ഥാനമാക്കിയുള്ള 4 ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ്. എഗൈൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ. ഫസ്റ്റ് ആൻസർ, the lyricist seeks for people to come together and love one another. The song repeatedly urges people to get together and try to love one another right now. 2. The line suggests that love and fear are two sides of the same coin and the key is a person's choice or perspective. The same human capacity for deep emotion and connection can lead to love or fear depending on how it is used or understood. 3. The lyricist repeats right now to emphasize the urgency of the message. The call for unity and love is not something that can wait, it must happen immediately. 4. റിഫ്രൈൻ്റെ ആണ്. A refrain is a repeated part of a song or poem, especially a chorus or a regularly recurring verse or phrase. Example from the lines is the repeated section, come on, people now, smile on your brother, everybody get together, try to love one another
റൈറ്റ് നൗ. ഈ റൈറ്റ് നൗ എന്ന് വരുന്ന ഭാഗമാണ് ശരിക്കും റിപ്പീറ്റഡ് പാർട്ടിൽ വരിക കേട്ടോ. ആ ഒരു റൈറ്റ് നൗ ഈ നൗ എന്ന് വരുന്നത് കണ്ടോ, ഇങ്ങനെ വരുന്നതൊക്കെയാണ് റൈറ്റ് നൗ 2 തവണ വന്നിട്ടില്ലേ, അതാണ് റിഫ്രൈൻ എന്ന് പറഞ്ഞ. തേർഡ് ഹെഡ്ലൈൻസ് ആണ്. ഇന്ത്യ ഇൻഡിപെൻഡന്റ്, ദ ബ്രിട്ടീഷ് രാജ് എൻഡ്സ് ആഫ്റ്റർ നിയർലി 200 years. നെഹ്റു ഹോയിസ്റ്റ് ഫ്ലാഗ്, tryst with destiny fulfilled. Partition confirmed, two nations emerge amid joy and sorrow. Gandhi absent from celebrations, prays for peace in Calcutta. നാലാമത്തെ ഇന്റർവ്യൂ കോൺവെർസേഷൻ ആണ്. റിപ്പോർട്ടർ: ഗുഡ് മോർണിംഗ് ഡോക്ടർ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു സയന്റിസ്റ്റിന്റെ പേര് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ പേര് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ ഒരു സയന്റിസ്റ്റിന്റെ പേര് ഇവിടെ കൊടുക്കാം, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉള്ളവരുടെ. അപ്പൊ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയുക. ഡോക്ടർ, വാട്ട് ഇൻസ്പയർഡ് യു വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. അപ്പൊ ഇവിടെ ഈ ഡോക്ടർ എന്ന് പറയുന്നത് മറ്റേ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല കേട്ടോ. സയന്റിസ്റ്റുമാരുടെ പേരിന്റെ മുകളിൽ ഒരു ഡോക്ടറേറ്റ് എന്ന പദവി ഉണ്ടാവും അവർക്ക്, ആ ഡോക്ടറാണ്. അപ്പൊ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് കൊടുക്കുക. സയന്റിസ്റ്റ്: ഗുഡ് മോർണിംഗ്, ഇറ്റ് വാസ് എ ചൈൽഡ്ഹുഡ് ക്യൂരിയോസിറ്റി അബൌട്ട്, അയാളുടെ മേഖല ഏതാണോ അത് എഴുതുക, ആൻഡ് ദ ഡിസയർ ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. റിപ്പോർട്ടർ: വാട്ട് ഇസ് ദ മോസ്റ്റ് ചലഞ്ചിങ് ആസ്പെക്ട് ഓഫ് യുവർ റിസർച്ച്. Scientists: recurring funding and dealing with the inevitable setbacks that come with experimentation. Reporter: thank you for your time. അടുത്തത് ഇമെയിൽ ആണ്. സബ്ജക്റ്റ്: എ റിമാർക്കബിൾ ഈവനിങ്. ഹായ്, നമ്മൾ ആ ഫ്രണ്ടിന്റെ നെയിം കൊടുക്കുക. ഹാഡ് ദ മോസ്റ്റ് എക്സ്ട്രാ-ഓർഡിനറി എക്സ്പീരിയൻസ് ലാസ്റ്റ് നൈറ്റ്. A young boy tried to steal my purse right outside my door. Instead of calling the police, I took him home, fed him and talked to him. He was just a kid looking for a pair of blue suede shoes. I ended up given him $10 and some advice. I think I made a difference in his life. He seemed truly touched. Hopefully he is on a better path now. It felt good to help. Talk soon, Luella. അടുത്തത് രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രൊഫൈലാണ്. രവീന്ദ്രനാഥ ടാഗോർ was born on May 7, 1861 in Jarasangho, Calcutta, now Kolkata, India. He was a renowned figure whose famous works include Gitanjali, Gora and Kabuliwala. His legacy is significant. He was the first non-European Nobel laureate, receiving the Nobel Prize in Literature in 1913 for his work Gitanjali. Tagore modernized Bengali literature, music and art, and he founded the Vishwa Bharati University at Shantiniketan. He passed away on August 7, 1941 in Calcutta, India. എട്ടാമത്തത് ഒരു നോട്ടീസാണ്. നമ്മൾ ഏതൊരു സ്കൂളിന്റെ പേര് കൊടുക്കുക കേട്ടോ. ABC പബ്ലിക് സ്കൂൾ പാലക്കാട് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സയൻസ് എക്സിബിഷൻ. This is to inform all students that the Science Club is organizing a science exhibition on 2011-2025 in the school auditorium. The exhibition aims to foster scientific temper and creativity among students. ഒരു ഡേറ്റ് കൊടുക്കുക. ഞാനിവിടെ 20-11 കൊടുത്തിട്ടുണ്ട്. ഒരു ടൈം കൊടുക്കുക. എക്സിബിഷന്റെ 10 to 6 കൊടുത്തിട്ടുണ്ട്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം ആണ്. എലിജിബിലിറ്റി: all students from classes 1 to 10. Theme എന്താ? Science for Sustainable Future. Interested students are requested to register their names with the undersigned by 18/11/2025 for registration ആണ് എന്നുണ്ട്. For further details, please contact the Science Club office signature. അടുത്തത് നമുക്ക് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണ്. എപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ ഒരു ഫ്രമും ടൂവും നിങ്ങൾ കൊടുക്കണം. ഫ്രം ഇവിടെ റോജർ ആണ് ലെറ്റർ എഴുതുന്നത്. അപ്പൊ റോജറിന്റെ പേരും ഒരു അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. ടു എന്ന് പറയുന്നത് ആർക്കാണ്? മിസ്സസ് ജോൺസൺ ആണ്. മിസ്സസ് ലുവല്ല ജോൺസൺ ആണ് അയക്കുന്നത്. അവരുടെ ഒരു അഡ്രസ്സും കൊടുക്കുക. ഡിയർ മിസ്സസ് ജോൺസ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഇൻക്രെഡിബിൾ കമ്പാഷൻ and humanity the other night. Your kindness is not only forgiving me but also feeding me and offering advice has profoundly moved me. Your belief in my potential has inspired me to change my ways and strive to be a better person. The $10 you gave me will be used wisely as a symbol of the second chance you offered. Thank you once again for your extraordinary generosity and understanding. I will never forget your kindness. Sincerely, signature Roger. 10 നമുക്ക് എയുടെ ഭാഗത്ത് ഐ കാണ്ട് മൂവ് ഇറ്റ് കൊടുക്കുക. ബിയുടെ അവിടെ വെരി ഹെവി ഫില്ല് ചെയ്യുക. 11 നമുക്ക് എറർ ആണ്, അത് കറക്റ്റ് ചെയ്തത് വായിക്കാം.
നൈബർഹുഡ് ക്ലീനർ. ബി ആണിത്. ബിയുടെ അവിടെ രാജു ഹെൽപ്സ് ഹിസ് പാരന്റ്സ് ആണ് വരിക വിത്ത് ഹൗസ് ഹോൾഡ് വർക്ക്. 12 സെന്റൻസസ് ഏതാണെന്നാണ്. റോജർ വാസ് എ പുവർ ബോയ് എന്നുള്ളത് അസേർട്ടീവ് ആണ്. ബി കം വിത്ത് മീ ടു മൈ ഹൗസ് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. 13 ഫില്ലപ്പ് ആണ്. നമ്മൾ ആദ്യത്തെ ഡാഷിൽ ആൻ കൊടുക്കുക, രണ്ടാമത്തെ ഡാഷിൽ എ കൊടുക്കുക, മൂന്നാമത്തെ ഡാഷിൽ എനി കൊടുക്കുക, നാലാമത്തെ ഡാഷിൽ സം കൊടുക്കുക. നെക്സ്റ്റ് 14 റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. റോജർ said that he would remember that day forever. Mrs. Jones replied that she wouldn't forget it either. എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 2 ഡോട്ടിലെ ഇത് വേണ്ട, ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിന് തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റിലാണ്, അതായത് പ്രസന്റിലാണെങ്കിൽ അതിനെ പാസ്റ്റിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. ഇവിടെ വില്ല് കണ്ടോ വുഡായി മാറിയത്, അങ്ങനെ മാറ്റുക, ഇടയിലൊരു ദാറ്റ് ചേർത്തുക. റോജർ എന്ന പേര് ഹീ ആയിട്ട് മാറി. മിസ്സസ് ജോൺസിന്റെ കേസിലും അങ്ങനെയാണ്. മിസ്സസ് ജോൺസൺ മറുപടി കൊടുക്കുന്നു എന്നല്ലേ, അപ്പൊ മിസ്സസ് ജോൺസ് റിപ്ലൈഡ് ആണ്, ദെൻ ദാറ്റ് ചേർത്തുക. മിസ്സസ് ജോൺസ് ലേഡി ആണല്ലോ, അപ്പോൾ ഷീ ആയിട്ട് മാറി. ബോൺസ് വുഡിൻസ് ആയിട്ട് മാറി. ഓക്കെ, അത്രയും മാറ്റുള്ളൂ കേട്ടോ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് വാച്ച് ചെയ്യണം, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.